ഗബ്രിയേൽ മാലാഖ കന്യകാമറിയത്തെ ആ സദ്വാർത്ത അറിയിച്ചപ്പോൾ തെല്ലൊന്ന് ശങ്കിച്ചുവെങ്കിലും മറിയം ആ വാക്കുകൾ അവഗണിച്ചില്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മറിയം തന്നെ താഴ്മയായി സമർപ്പിച്ചത്. ജോസഫും മറിയത്തെ അവഗണിച്ചില്ല. രണ്ടുപേരും ചെറിയ കാര്യത്തിലും വിശ്വസ്തത പുലർത്തി. അങ്ങനെ ദേവപുത്രനായ ഈശോയുടെ ഈ ലോകത്തിലേക്കുള്ള വരവിന് തന്നെ അവർ കാരണമായി. എത്ര മഹത്തായ സമർപ്പണമാണ് അല്ലേ? എന്നാൽ ഈ ലോകത്തിനു വേണ്ടി തന്നെ സമർപ്പിച്ച കർത്താവിന് ഏൽക്കേണ്ടി വന്നതോ അവഗണന മാത്രം. സ്നേഹിതനു വേണ്ടി സ്വന്തം ജീവൻ ബലികഴിക്കേണ്ടി വരുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പറയുക മാത്രമല്ല കർത്താവ് ചെയ്തത്, അവർക്ക് വേണ്ടി തന്റെ ജീവൻ തന്നെ നൽകി. സ്നേഹനിധിയായ കർത്താവിന് അവഗണന ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മളും അതിലൂടെ കടന്നു പോകും എന്നുള്ളത് തീർച്ചയാണ്. അവഗണന എന്ന് പറയുമ്പോൾ ഒന്ന്, നമ്മെ അവഗണിക്കുന്നതും രണ്ട്, നാം അവഗണിക്കുന്നതും. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും പാപം ചെയ്തു പോയി എന്ന് നമ്മൾ പറയാറില്ലേ? ഇതിൽ ഉപേക്ഷയാണ് ഒരു തരത്തിൽ അവഗണന. നന്മകൾ ചെയ്യുന്നതിലും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നതിലും നമ്മൾ അവഗണന കാണിക്കരുത്. മാറ്റി നിർത്തപ്പെടുന്നവരെ ചേർത്ത് പിടിക്കുന്നതിലൂടെ കർത്താവിന്റെ വചനത്തിന്റെ പൂർത്തീകരണം തന്നെയാണ് നാം നിർവഹിക്കുന്നത്.